പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽ സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് ദൈവവചനമായി ഒരുമിച്ചായിരിക്കാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. ഈ പകൽവേളയിലെ ധ്യാനത്തിനായിട്ട് 145 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യം ഞാൻ വായിക്കും. വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. കുനിഞ്ഞിരിക്കുന്നവരെ ഉയർത്തുന്നവനായ ദൈവത്തിന് സ്തോത്രം. കുനിഞ്ഞു പോകുക, കുനിയിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നേരെ നിൽക്കേണ്ട ഒരാളിനെ വളച്ചു കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം കാണുമ്പോൾ അത് സ്വയം കുനിയപ്പെട്ടതല്ല, മറ്റുള്ളവരുടെ ചില പ്രേരണകളാൽ, മറ്റുള്ളവരുടേതായ ചില പ്രശ്നങ്ങളാൽ കുനിയപ്പെട്ടു പോയ ചില അനുഭവങ്ങളാണ്. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഈ പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാന വിഷയം, നമ്മളൊക്കെ പലവിധമായ വിഷയങ്ങളാൽ കുനിയപ്പെട്ടു പോയവരാണ്. നേരോടെ നടക്കുവാൻ ആഗ്രഹിച്ച് തല ഉയർത്തി നടന്ന നമ്മെ പിശാച് പല പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ തല താണുപോയ ചില അനുഭവങ്ങൾ, നേരെ നിൽക്കുവാനോ ആളുകളോട് സംസാരിക്കുവാനോ കഴിയാത്ത നിലയിൽ, നേരെ നിന്ന് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയാത്ത നിലയിൽ മനസ്സ് പോലും തകർന്നു പോയ ചില സന്ദർഭങ്ങൾ, കുനിഞ്ഞുപോയ അനുഭവങ്ങൾ. വെയിലിൻ്റെ ചൂടിൻ്റെ ആധിക്യം വർദ്ധിക്കുമ്പോൾ എങ്ങനെയാണോ നാം ക്ഷീണിതരായി തീർന്നു പോകുന്നത്, അതുപോലെ തന്നെ ഹൃദയത്തിനേകുന്ന ചൂട് പിടിച്ച് പല വിഷയത്താൽ ഭാരപ്പെട്ട് നമ്മൾ തളർന്നു പോകുമ്പോൾ, തകർന്നു പോകുമ്പോൾ നാം അറിയാതെ നമ്മുടെ തലയും നമ്മുടെ മനസ്സും കുനിയപ്പെട്ടു പോവുകയാണ്. അങ്ങനെയുള്ള ജീവിതങ്ങളാണ് എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളിൽ പലരുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യം, കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെയും നിവർത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. ദൈവത്തിന് സ്തോത്രം. ആരുടെയൊക്കെയോ പ്രേരണയാൽ, എന്തൊക്കെയോ പ്രയാസങ്ങളാലും പ്രതികൂലങ്ങളാലും നാം ഒക്കെ കുനിയപ്പെട്ടു പോയി. എന്നാൽ ആ കുനിഞ്ഞുപോയ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, ഇനിയും ഇതിൽ നിന്നും എനിക്കൊരു ഉയർച്ചയില്ല എന്നുള്ളതാണ്, ഇതിൽ നിന്നും എനിക്കൊരു വീണ്ടെടുപ്പുണ്ടാകില്ല എന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവം കുനിഞ്ഞുപോയ തലയെ ഉയർത്തുവാൻ ശക്തനെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയും. നിങ്ങൾ ഏത് വിഷയത്തിലാണോ നിങ്ങൾ തകർന്നു പോയത്, ഏത് വിഷയത്തിലാണോ നിങ്ങൾ കുനിഞ്ഞു പോയത്, ദൈവം ആ വിഷയത്തിന്മേൽ പരിഹാരത്തിൻ്റെ വഴി തന്ന് ഇന്ന് ദൈവം നിങ്ങളെ ഉയർത്താൻ പോകുകയാണ്. സാമ്പത്തിക മണ്ഡലങ്ങളിലാണോ, മേഖലകളിലാണോ നിങ്ങൾ തകർന്നു പോയത്, നിങ്ങളുടെ മക്കളെ ഓർത്തോ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ തകർച്ചയോ, നിങ്ങളുടെ ശരീരത്തിനേറ്റ ചില മാരകമായ രോഗങ്ങളാണോ നിങ്ങളെ തളർത്തിയത്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് പകൽക്കാലം പറയുന്നു, അത് നമ്മളെ ഉയർത്താനായി പോകുകയാണ്. ദൈവം നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് തളർന്നു പോകരുത് ദൈവത്തിൻ്റെ ജനമേ. പലവിധമായ പ്രയാസങ്ങളാൽ കാറ്റടിച്ച് അതേ തിരമാലകൾ കൊണ്ട് അതേ നാം മുങ്ങിപ്പോകുമെന്ന് തോന്നുക മാത്രമേ ഉള്ളൂ. എന്നാൽ മുങ്ങുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ, വേദനാജനകമായ സാഹചര്യങ്ങൾ തളർത്തിക്കളയുവാൻ പിശാച് പല പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മുടെ തലയെ ഉയർത്തി നമ്മെ നിർത്തുന്നവനത്രേ ദൈവം. നമ്മുടെ സങ്കടങ്ങൾ ദൈവത്തോട് പറയുക, നമ്മുടെ വേദനകൾ ദൈവത്തോട് പറയുക. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ വേദനകളെ ദൈവത്തോട് പറയുക, നിങ്ങളുടെ സങ്കടങ്ങൾക്ക് ദൈവം പരിഹാരം നൽകും. നിങ്ങൾ എവിടെ കുനിഞ്ഞു പോയോ, എവിടെയാണോ നിങ്ങൾ നിന്ദിക്കപ്പെട്ടത്, എവിടെയാണോ നിങ്ങൾ അപമാനിക്കപ്പെട്ടത്, ആ സാഹചര്യത്തിൽ ദൈവം നിങ്ങളെ ഉയർത്താൻ പോകുക. വിശ്വസിക്കുക. സങ്കീർത്തക്കാരോട് ചേർന്ന് നമുക്കിന്ന് പകൽക്കാലം പറയാം, എന്നെ കുനിഞ്ഞുപോയ എൻ്റെ തലയെ, കുനിഞ്ഞുപോയ എൻ്റെ ഹൃദയത്തെ ദൈവം ഉയർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വാസം നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലമുണ്ടെങ്കിൽ കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കുറവുകളെ ദൈവത്തോട് ഏറ്റുപറയുക. ദൈവം നിങ്ങളെ ഉയർത്താൻ പോകുക. യോസേപ്പിനെ ഉയർത്തിയവനായ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെയും ആക്കേണ്ട ഇടങ്ങളിൽ ദൈവമാക്കുക തന്നെ ചെയ്യും. ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിലവിളിക്കുക. നിങ്ങളുടെ തളർന്ന അവസ്ഥയ്ക്ക് തളർന്ന കൈകളെ ബലപ്പെടുത്തുവാൻ, അതേ കുഴഞ്ഞുപോയ കാലുകളെ ബലപ്പെടുത്തി മാൻകൃപയുടെ കാലിന് തുല്യമാക്കി തീർത്ത് നിങ്ങളെ മുൻപോട്ട് നയിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ആകയാൽ ഈ പകൽക്കാലം നിങ്ങളുടെ വിഷമങ്ങളിൽ മേൽ ദൈവം പരിഹാരം നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. കുനിഞ്ഞുപോയ തലയെ ഇന്ന് പകൽക്കാലം ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ
ഉയർത്താൻ പോകുക. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ നിങ്ങൾ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. നിങ്ങളിൽ കൂടെ ദൈവത്തിനൊരാഗ്രഹം, നിങ്ങൾ കൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. നിങ്ങളുടെ കുടുംബത്തിൽ കൂടെ നിങ്ങൾ ആരാലാണോ നിങ്ങൾ നിന്ദിക്കപ്പെട്ടത്, ആരാലാണോ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയത്, ആരാലൊക്കെയാണോ നിങ്ങൾ തകർന്നു പോയത്, നിങ്ങളുടെ തലകുനിക്കേണ്ടി വന്നത്, ആ സാഹചര്യങ്ങളിൽ മേൽ ദൈവം നിങ്ങളെ ഉയർത്താൻ പോകുക. കാരണം എന്തെന്നറിയാമോ? ദൈവത്തിൽ നിങ്ങളിൽ കൂടെ മഹത്വം കരയേറ്റുവാൻ പോവുക. ദൈവനാമം നിങ്ങളിൽ ഉയരാൻപ്പെടുകയാണ്. ആകയാൽ ഈ വചനത്താൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.